പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ചെറിയൊരു ടെക്നിക്കലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു ടെക്നിക്കൽ തെറ്റിദ്ധാരണ എന്നാണ്. അതായത് ഞാൻ വിമാനത്തെ നേരിട്ട് അടുത്തുനിന്ന് കണ്ടിട്ടില്ല, കയറിയിട്ടുമില്ല, കയറാൻ പേടിയുമാണ്. അപ്പോൾ വിമാനം എൻ്റെ കുറേ നാളത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, വിമാനം നിലത്തിറങ്ങുമ്പോൾ നമ്മൾ സാധാരണ റോഡുമേലേക്കൂടെ പോകുന്ന 2-4 വീലേഴ്സ് 3 വീലേഴ്സ് എല്ലാം പോലെ തന്നെ ഒരു എൻജിൻ്റെ ഇതവിടെ കാണും. എൻജിൻ്റെ സഹായത്തോടു കൂടിയാണ് വിമാനത്തിൻ്റെ ചക്രങ്ങളും നിലത്തിറങ്ങിയ ശേഷം കറങ്ങുന്നത് എന്നാണ് ഞാൻ ഇതുവരെ ധരിച്ച് വച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ബീച്ചിൽ 10-15 വർഷം മുമ്പ് ഇങ്ങനെയുള്ള ഒരു ഗ്ലൈഡർ വന്നിരുന്നു. ഈ ഗ്ലൈഡറിൻ്റെ ഇങ്ങോട്ടേക്കാണ് പോവുക. ഗ്ലൈഡർ എന്ന് വെച്ചാൽ അതിന് ബാക്കിൽ ഒരു പവർഫുൾ എയറോനോട്ടിക്കൽ എഞ്ചിനുണ്ട്. ആ എഞ്ചിൻ്റെ പവർ കൊണ്ടാണ് അത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഉറപ്പിച്ചിരിക്കുന്ന ചക്രങ്ങൾ ഫ്രീ ആണ്. അതായത് നമ്മുടെ ഉന്തുവണ്ടിയുടെ, കൈവണ്ടി, റിക്ഷ വണ്ടി, കൈവണ്ടിയുടെ എല്ലാം വീല് പോലെ ഫ്രീ ആണ്. ഇതിന് മെക്കാനിക്കലായിട്ടൊരു ഫോഴ്സും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ആ ഒരു സംശയം എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ഇത് വീഡിയോ കണ്ടതിന് ഇത് നേരിട്ട് പോയി നമ്മുടെ ബീച്ചിലാണ് 10-15 വർഷം മുമ്പ് 10-15-20 വർഷം മുമ്പ് വന്നത്. അപ്പോൾ എനിക്ക് സംശയം വന്നത്, ഇതേപോലെ തന്നെ ആയിരിക്കുമോ വലിയ വിമാനങ്ങളുടെയും ചക്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഒരു സംശയം വന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മാസ്റ്ററുടെ സഹായത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഗൂഗിൾ പരിധിയപ്പോൾ പറഞ്ഞു അതിന് വേറെ ഇതേപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മുടെ നിരത്തിലോടുന്ന വാഹനങ്ങളെ പോലെ അതിൻ്റെ എൻജിൻ നിന്ന് നേരിട്ടിട്ട് അതിലേക്ക് ചക്രങ്ങളിലേക്ക് ഫോഴ്സൊന്നും വരുന്നില്ല. ഈ വലിയ വിമാനത്തിൻ്റെ എൻജിൻ, അതായത് പണ്ടൊക്കെ പ്രൊപ്പല്ലർ വിമാനങ്ങളായിരുന്നു, ഇപ്പോഴത് ജെറ്റ് എഞ്ചിനാണ്. ജെറ്റ് എഞ്ചിൻ്റെ ആ പവർ കൊണ്ടാണ് ഇത് വിമാനം മുന്നോട്ട് നീങ്ങുന്നത്. അത് മുകളിൽ പറക്കുമ്പോഴും താഴെ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോഴും ഇത് ഒരുപോലെ തന്നെയാണ്. വിമാനത്തിന് എൻ്റെ ചക്രങ്ങൾക്ക് വേറെ എക്സ്റ്റേണലായിട്ട് ഫോഴ്സൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ മനസ്സിലായത്. അപ്പോൾ ആ സംശയം തീരാൻ എത്രയോ വർഷങ്ങളെടുത്തു. ഏകദേശം എനിക്കിപ്പോൾ 74 വയസ്സായി. ഏകദേശം 15 വർഷം മുമ്പുണ്ടായ സംശയമാണ് 2-3 വർഷം മുമ്പ് ഞാനിത് സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് വിമാനത്തിന് ഇതിൻ്റെ ചക്രങ്ങൾ ഫ്രീ ആണ്. അതായത് ഇതുപോലെ ഫ്രീ ആയിട്ട് ഒരു ഉന്തുവണ്ടിയുടെ ചക്രം പോലെ ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ചക്രങ്ങളെ കുറിച്ചുള്ള ഒരു ഫോട്ടോ ഞാൻ എൻ്റെ തമ്പനയിലിൽ കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ 2 തമ്പനയിലായിട്ട് ഞാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് 2 തമ്പനയിൽ എങ്ങനെ എഴുതി ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അത് വരയ്ക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ഒരു ഗ്ലൈഡറിൻ്റെ ഏകദേശ രൂപം. പലവരും ഗ്ലൈഡർ കണ്ടിട്ടുള്ളവർ പറയുന്നില്ല, കാണാത്തവർക്ക് ഏകദേശം ഇങ്ങനെയാണ്. ഈ പ്രൊപ്പല്ലർ അതിശക്തമായി കറങ്ങുമ്പോൾ അതിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് ഇത് മുകളിലേക്ക് തങ്ങി നിർത്താനുള്ള അതിൻ്റേതായ ഒരു വിങ് പോലത്തെ ഇതില്ലേ, പായ, നമ്മളെ തോണിക്കല്ലുള്ള പായ പോലത്തെ ഒരു പായയുണ്ട്. ആ പായയാണ് അതിനെ ഫ്ലോട്ട് ചെയ്ത് നിർത്തുന്നത്. ഏകദേശം വിമാനത്തിൻ്റെ വിങ്സ് ചിറക് പോലെ ഇരിക്കും അത്. അപ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കൊണ്ടാണ് ഇത് പോകുന്നത് ശരിക്കും. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഫ്രീ ആയിട്ടാണ് കറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് വലിയ വിമാനങ്ങളുടെ ചക്രങ്ങളും കറങ്ങുന്നതെന്ന് എനിക്ക് ടെക്നിക്കലായിട്ടുള്ള ആ തെറ്റിദ്ധാരണ നീങ്ങാൻ വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ശരിയായ വിമാനത്തിൻ്റെ ചക്രങ്ങളുടെ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ തംബ്നെയിലിൽ കൊടുക്കുന്നുണ്ട്. അത്രയും വലിയ ചക്രങ്ങളെല്ലാം കറക്കാനുള്ള ശക്തി മാത്രമല്ല, എല്ലാം എൻജിൻ ഒറ്റക്കാണ് ചെയ്യുന്നതെന്ന് ആ വിവരം എനിക്ക് മനസ്സിലായി. ടെക്നിക്കലായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ അങ്ങനെ നീങ്ങി എന്ന് പറയാം. ഇത്രയും മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശശിധരൻസ് വ്ലോഗിലെ ശശിധരനാണ് ഇത്രയും നേരം സംസാരിച്ചത്. ശശിധരൻസ് വ്ലോഗിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു.
എല്ലാവർക്കും എൻ്റെ മുഴുവനായി കണ്ട് താല്പര്യമുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.